ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചെറിയൊരു മോഡൽ എക്സാമാണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്നും ആനുകാലിക വിവരങ്ങളിൽ നിന്നും ചെറിയൊരു മോഡൽ എക്സാം ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ LDCക്ക് എത്ര മാർക്കാണ് കറണ്ട് അഫയേഴ്സ്? 20 മാർക്കാണ്. 20 മാർക്കിൻ്റെ ഒരു വലിയ ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതായത് നമ്മുടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സിനേക്കാളും ഇപ്പം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഡിഗ്രി നിലവാരത്തുള്ള എക്സാം ആയിരുന്നാൽ പോലും 10-15 മാർക്കിലേക്കാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ LDCക്ക് കറക്റ്റ് 20 മേലെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ചെറിയൊരു മോഡൽ എക്സാമാണ്. 20 ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം എല്ലാവരും കൃത്യമായിട്ടും മോഡൽ എക്സാം എഴുതാൻ ശ്രമിക്കുക. ഓരോ ചോദ്യം പറഞ്ഞതിന് ശേഷം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്റ്റുകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. എന്തെങ്കിലും ഭാഗങ്ങൾ അറിഞ്ഞുകൂടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം മുഴുവനും ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യത്ത് ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഉത്തരവ് ലഭ്യമാക്കിയ ഹൈക്കോടതി. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടത്. രാജ്യത്ത് ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഉത്തരവ് ലഭ്യമാക്കിയ ഹൈക്കോടതി ഏതാണ്? നമ്മുടെ കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിയാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ ഭരണഘടനയിൽ കേരളയെ കേരളം എന്നാക്കി മാറ്റുന്നതിനുള്ള പ്രമേയം നമ്മുടെ നിയമസഭ പാസ്സാക്കിയത് എന്നാണ് ഭരണഘടനയിൽ നമ്മുടെ കേരളത്തിനെ കേരള എന്നാണ് എഴുതിയിരിക്കുന്നത്. കേരള ഇതിനെ കേരളം ആക്കാൻ വേണ്ടി, അമ്മും കൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടി കേരളം ആക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രമേയം നമ്മുടെ നിയമസഭ പാസ്സാക്കിയത് 2023 2023 ഓഗസ്റ്റ് മാസം 8-ാം മാസം 9-ാം തീയതിയാണ്. ഓഗസ്റ്റ് 9-നാണ് 2023 ഓഗസ്റ്റ് 9-നാണ് നമ്മുടെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസ്സാക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാലയായി മാറാനൊരുങ്ങുന്ന യൂണിവേഴ്സിറ്റി ഏതാണ്? ഗ്രീൻ എനർജി യൂണിവേഴ്സിറ്റിയായി മാറാൻ പോകുന്നത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയാണ്. കേരള കാർഷിക സർവകലാശാലയാണ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ്. കേരള കാർഷിക സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാലയായി മാറാനൊരുങ്ങുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ നിലവിലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ ആരാണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ നിലവിലെ M. സത്യനാണ്. നിലവിലെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ M. സത്യനാണ്. അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ M. സത്യനും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും. കേരള ലളിതകല അക്കാദമി ചെയർമാൻ ആരാണ്? ലളിത മുരളി ചിരോത്താണ്. മുരളി ചിരോത്താണ്. കേരള ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചിരോത്താണ്. അതുപോലെ തന്നെ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ്? നിലവിലെ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. അതുപോലെ തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? ഷാജി N. കരുണാണ്. ഷാജി N. കരുണാണ് നിലവിലെ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ. ഷാജി N. കരുണാണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. കേരള ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ M. സത്യനാണ്. രണ്ടാമത്തെ ചോദ്യമാണ്. 2023 ഗ്രാമീണ മേഖലയിലെ ഡിജിറ്റൽ ശാക്തീകരണം ലക്ഷ്യമാക്കി ഗ്രാമീൺ മിത്ര പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഗ്രാമീൺ മിത്ര പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? 2023 ഗ്രാമീൺ മിത്ര പദ്ധതി ഓപ്ഷൻ D ആണ്. ഗോവയാണ്. ഗ്രാമീൺ മിത്ര പദ്ധതി ഗോവയാണ്. അതുപോലെ തന്നെ ഹെമൻലി ഐലൻഡ്സ് ഓഫ് ഗോവ ആരുടെ കൃതിയാണ്? ഹെമൻലി ഐലൻഡ്സ് ഓഫ് ഗോവ ആരുടെ കൃതിയാണ്? നമ്മുടെ PS ശ്രീധരൻപിള്ളയുടെയാണ്. ശ്രീധരൻപിള്ളയുടെയാണ്. ഗോവ ഗവർണറായിരുന്നതാണ് PS ശ്രീധരൻപിള്ളയുടെ കൃതിയാണ് ഹെമൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന കൃതി PS ശ്രീധരൻപിള്ളയുടെയാണ്. ആദ്യമായി വൺ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആദ്യമായി വൺ ഹെൽത്ത് നടപ്പിലാക്കിയ സംസ്ഥാനം അത് നമ്മളെ കേരളമാണ്. വൺ ഹെൽത്ത് ആദ്യമായി വൺ ഹെൽത്ത് നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് കേട്ടാൽ നമ്മുടെ കേരളമാണ്. ഔറസ് എന്ന് വെച്ചാൽ എന്താണ്? ഔറസ് കേട്ടിട്ടുണ്ടോ? ഔറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോവ ബീച്ചിൽ ഔറസ് എന്ന് പറയുന്നത് ഗോവ ബീച്ചിലെ രക്ഷാദൗത്യത്തിന് വേണ്ടി
അവതരിപ്പിച്ച സ്വയം സഞ്ചരിക്കുന്ന റോബോട്ടാണ് ഔറസ്. ഓക്കെ, അപ്പോൾ ഔറസ് എന്ന് പറയുന്നത് ഗോവ ബീച്ചിലെ രക്ഷാദൗത്യത്തിന് വേണ്ടി സ്വയം സഞ്ചരിക്കുന്ന ഒരു ബോട്ടാണ്. ഓക്കെ, ബോട്ടല്ല, ഒരു റോബോട്ടാണ്. ഓക്കെ, റോബോട്ടാണ് ഔറസ്. ഔറസ് പേരോർത്ത് വയ്ക്കണം, ഔറസ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം കേട്ടിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം അതും നമ്മുടെ ഗോവ തന്നെയാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം ഗോവയാണ്. അതുപോലെ തന്നെ 37ാമത് ദേശീയ ഗെയിംസ് 2023 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയും ഗോവയിൽ വെച്ചായിരുന്നു. അതിൻ്റെ ഭാഗ്യചിഹ്നം മോഗയാണ്. ഓക്കെ, മോഗയാണ്. 37ാമത് 2023 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഗോവയായിരുന്നു, മോഗയാണ്. ഇതിൽ ഫസ്റ്റ് നേടിയത് നമ്മുടെ മഹാരാഷ്ട്രയാണ് കേട്ടോ. അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. 1ാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്ര, കേരളത്തിന് 5ാം സ്ഥാനമായിരുന്നു. 3ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് ഓപ്ഷൻ സി ആണ്. ഓക്കെ, പാളയം, തിരുവനന്തപുരമാണ്. 4ാമത്തെ ചോദ്യമാണ്, 2023 കേരള ബജറ്റ് പ്രഖ്യാപന പ്രകാരം സമഗ്ര കൈത്തറി ഗ്രാമം നിലവിൽ വരുന്നത് എവിടെയാണ്? സമഗ്ര കൈത്തറി ഗ്രാമം എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, എറണാകുളത്തിലാണ്. 2023 കേരള ബജറ്റ് പ്രഖ്യാപന പ്രകാരം സമഗ്ര കൈത്തറി ഗ്രാമം എറണാകുളം ജില്ലയിലാണ്. ദേശീയ കൈത്തറി ദിനം എന്നാണ്? ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7 ഓക്കെ, ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. ഈ ഓഗസ്റ്റ് 7 വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രത്യേകതയാണ് ഓഗസ്റ്റ് 7 ഏതാണ്? ദേശീയ ജാവലിൻ ദിനം. ഓക്കെ, ദേശീയ ജാവലിൻ ദിനവും ഓഗസ്റ്റ് 7 ഓക്കെ, അതെന്താണ് പ്രത്യേകത? നമ്മുടെ നീരജ് ചോപ്ര ഒളിമ്പിക്സിൽ മെഡൽ നേടിയത് ഓഗസ്റ്റ് 7 അതുകൊണ്ടാണ് ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ഡേയും. അതുപോലെ തന്നെ ഓഗസ്റ്റ് 7 കൈത്തറി ദിനം ആചരിക്കാൻ കാരണം 1905 ഓഗസ്റ്റ് 7 1905 ഓഗസ്റ്റ് 7 കൊൽക്കത്തയിലാണ് നമ്മുടെ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 7 കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, 1905 ഓഗസ്റ്റ് 7 കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. 5ാമത്തെ ചോദ്യമാണ്, ചന്ദ്രയാൻ 3 നിന്നും ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം ഏതാണ്? ചന്ദ്രയാൻ 3 നിന്നും ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി, നിങ്ങളും. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 6ാമത്തെ ചോദ്യമാണ്, ജീവൻ്റെ ആവശ്യ ഘടകമായ ഫോസ്ഫറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ എൻസലാഡസ് എന്ന ഉപഗ്രഹം ഏത് ഗ്രഹത്തിൻ്റെയാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ശനിയുടെ ഉപഗ്രഹമാണ്. നാസയാണ് കണ്ടെത്തിയ കേട്ടോ, നാസയാണ്. 7ാമത്തെ ചോദ്യമാണ്, ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയതായി യൂറോപ്യൻ യൂണിയൻ്റെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച മാസം? ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ മാസം ഏതാണ്? 7 ഡി ആണ്. ഓക്കെ, 2023 ജൂലൈ ആണ്. ഓക്കെ, 2023 ജൂലൈ ആണ്. 8ാമത്തെ ചോദ്യമാണ്, 2023 50 വർഷം പൂർത്തിയാക്കുന്ന കേരളത്തിലെ കഥകളി കൂടിയാട്ട പഠന കേന്ദ്രം. 50 വർഷം പൂർത്തിയാക്കുന്ന കേരളത്തിലെ കഥകളി കൂടിയാട്ട കേന്ദ്രം. 50 വർഷം 1973 സ്ഥാപിതമായത്. ഏതാണ്? 8 ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, മാർഗിയാണ്. ഓപ്ഷൻ സി മാർഗിയാണ്. മാർഗിയുടെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരമാണ്. ഓക്കെ, തിരുവനന്തപുരത്താണ് മാർഗിയുടെ ആസ്ഥാനം. 9ാമത്തെ ചോദ്യമാണ്, ഭരണഘടനയിൽ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നാമം കേരള എന്നതിന് പകരം കേരളം എന്നാക്കി മാറ്റണമെന്ന് ആവശ്യം ഉന്നയിച്ച് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്? കുറച്ച് മുമ്പ് പറഞ്ഞ ചോദ്യമാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയാണ്. 10ാമത്തെ ചോദ്യമാണ്, 59ാം ഫെമിന മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത. 59ാം ഫെമിന മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ്? നന്ദിനി ഗുപ്ത, സിനി ഷെട്ടി. ഏതാണ്? 59ാം ഫെമിന മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ട നന്ദിനി ഗുപ്ത. 11ാമത്തെ ചോദ്യമാണ്, കൈമൊഴി എന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലാ ഭരണകൂടം.
കൈമൊഴി എന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലാ ഭരണകൂടം ഏതാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ്? കൈമൊഴി. 11 ഓപ്ഷൻ എ ആണ്. ഓക്കെ, തൃശ്ശൂർ ജില്ലയാണ്. ഓക്കെ, തൃശ്ശൂർ ജില്ലയാണ് കൈമൊഴി എന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലാ ഭരണകൂടം എന്ന് കേട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കിടയിലെ മയക്കുമരുന്ന് ദുരുപയോഗം തടയുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയതിന് രാജ്യത്തെ ഏറ്റവും മികച്ച ജില്ലയായി ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ തിരഞ്ഞെടുത്തത് നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. ഓക്കെ, കുട്ടികൾക്കിടയിലുള്ള മയക്കുമരുന്ന് ദുരുപയോഗം തടയുന്നതിന് വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കിയ ഏറ്റവും മികച്ച ജില്ലയായി ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ തിരഞ്ഞെടുത്ത ജില്ലയും നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ്. ആ പോയിന്റുകളൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ KSFE ഉണ്ടല്ലോ, KSFE ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ എന്നറിയാം. അതുപോലെ തന്നെ KSFEയുടെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ ശാഖ എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്? KSFEയുടെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ശാഖ എവിടെയാണ്? അതും തൃശ്ശൂർ ജില്ലയിലാണ്. ഓക്കെ, തൃശ്ശൂർ ജില്ലയിലെ ഏത് സ്ഥലത്താണ്? രാമവർമ്മപുരത്താണ്. ഓക്കെ, രാമവർമ്മപുരത്തിലാണ്. തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരത്തിലാണ് KSFEയുടെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരത്ത്. തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ഫേമസ് തടാകം ഉണ്ടല്ലോ, ഏതാണ്? തൃശ്ശൂർ ജില്ലയിലുള്ളൊരു തടാകം മുരിയാട് തടാകം. ഓക്കെ, മുരിയാട് PSC കേട്ടിട്ടുള്ളതാണ് കേട്ടോ. മുരിയാട് തടാകം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിലാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിലാണ്. മമ്മിയൂർ ശിവക്ഷേത്രം എവിടെയാണ്? മമ്മിയൂർ ശിവക്ഷേത്രം അതും ഗുരുവായൂരിലാണ്. ഓക്കെ, ഗുരുവായൂരിൽ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിലാണ് മമ്മിയൂർ 12ാമത്തെ ചോദ്യമാണ്, സംസ്ഥാനത്തെ പുതുക്കിയ വേഗപരിധി അനുസരിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗം എത്രയാണ്? ഇരുചക്ര ബൈക്കുകളുടെ പരമാവധി വേഗം എത്രയാണ്? 12 ഓപ്ഷൻ സി ആണ്. ഓക്കെ, 60 km/h ആണ്. 13ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയും ജപ്പാനും സംയുക്തമായി വിക്ഷേപിക്കുന്ന ചാന്ദ്രദൗത്യം. ഇന്ത്യയും ജപ്പാനും ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഇന്ത്യയും ജപ്പാനും സംയുക്തമായി. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ലൂപ്പെക്സ് ആണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷനാണ്. ഓക്കെ, ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷനാണ് ലൂപ്പെക്സ്. ഓക്കെ, ഇന്ത്യയും ജപ്പാനുമായി. അതുപോലെ തന്നെ ഇന്ത്യയും ജപ്പാനും കൂടി ഒരു സൈനിക അഭ്യാസം നടത്തിയിട്ടുണ്ട് 2024. അതിൻ്റെ പേരെന്താണ്? ഇന്ത്യയും ജപ്പാനും തമ്മിൽ 2024 നടത്തിയ സൈനിക അഭ്യാസമാണ് എന്താണ്? ധർമ്മം ഗാർഡിയൻ. ഓക്കെ, ധർമ്മം ഗാർഡിയൻ എന്ന് പറയുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളതാണ്. ഇതിൻ്റെ വേദി എവിടെയാണ്? വേദി രാജസ്ഥാനാണ്. ഓക്കെ, വേദി രാജസ്ഥാനിൽ വെച്ചായിരുന്നു ധർമ്മം ഗാർഡിയൻ. 14ാമത്തെ ചോദ്യമാണ്, വേൾഡ് ലൈൻ ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം. ഏതാണ്? നമ്മുടെ കേരളം തന്നെയാണ്. ഓപ്ഷൻ ഡി കേരളമാണ്. സ്നേക്ക് പീഡിയ എന്ന മൊബൈൽ ആപ്പ് ആരാണ് പുറത്തിറക്കിയത്? സ്നേക്ക് പീഡിയ, പാമ്പുകളെക്കുറിച്ച് വിവരമുള്ള സ്നേക്ക് പീഡിയ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് നമ്മുടെ കേരളമാണ്. അതുപോലെ തന്നെ മേൽക്കൂര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്നാണ്? മേൽക്കൂര മഴവെള്ള സംഭരണം ഇന്ത്യയിൽ നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ്. ഓക്കെ, മേൽക്കൂര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ തമിഴ്നാടാണ്. സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കും എന്ന് തീരുമാനമെടുത്ത ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? സ്കൂൾ അസംബ്ലികളിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം വായിക്കും എന്ന് തീരുമാനമെടുത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ കേരളമാണ്. ഓക്കെ, കേരളമാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് ഹൈന്ദവ ക്ഷേത്രം നിലവിൽ വരുന്ന ജില്ലയിലെ സംസ്ഥാനം ഏതാണ്? 3D പ്രിൻറ്റഡ് ഹൈന്ദവ ക്ഷേത്രം എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ 3D പ്രിൻറ്റഡ് ഹൈന്ദവ ക്ഷേത്രം തെലങ്കാനയിലാണ്. ഓക്കെ, തെലങ്കാനയിലാണ്. സത്യമംഗലം ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സത്യമംഗലം ടൈഗർ റിസർവ് നമ്മുടെ തമിഴ്നാട്ടിലാണ്. ഓക്കെ, കേൾക്കാൻ സാധ്യതയുള്ളതാണ്. പണ്ടൊരു പരീക്ഷയ്ക്ക് പോയിന്റ് കാലിമർ എവിടെയെന്ന് കേട്ടിട്ടുണ്ട്, അത് തമിഴ്നാടാണ്. അതുപോലെ തന്നെ സത്യമംഗലം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. 15ാമത്തെ ചോദ്യമാണ്,
ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പ് ശ്രമങ്ങൾ തടയുന്നതിനായി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന മൊബൈൽ ഹെൽപ്പ് ലൈൻ നമ്പർ. ഓൺലൈൻ വഴി തട്ടിപ്പ് ശ്രമങ്ങൾ തടയുന്നതിന് വേണ്ടി ഏതാണ്? 15 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 1930 1930 ഓൺലൈൻ തട്ടിപ്പ് ശ്രമങ്ങൾ തടയുന്നതിന് വേണ്ടി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1990. ഓക്കെ, 1930 എന്ന് ഓർത്ത് വെച്ചാൽ മതി. 1930. സുസ്വാഗതം എന്തിൻ്റെ പോർട്ടലാണ്? സുസ്വാഗതം എന്തിൻ്റെ പോർട്ടലാണ്? എന്തിൻ്റെ ഓൺലൈൻ പോർട്ടലാണ്? സുപ്രീം കോടതിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കാൻ വേണ്ടി ആരംഭിക്കുന്ന ഒരു പോർട്ടലാണ് സുസ്വാഗതം. ഓക്കെ, സുസ്വാഗതം എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രീം കോടതി, ഹൈക്കോടതിയല്ല, സുപ്രീം കോടതിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കാൻ വേണ്ടി ആരംഭിക്കുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണ് സുസ്വാഗതം. അതുപോലെ തന്നെ സത്യമേവ ജയതേ എന്ന പരിപാടി അറിയാമല്ലോ, PSC കുറേ തവണ പണ്ട് കേട്ടിട്ടുള്ളതാണ്. സത്യമേവ ജയതേ എന്താണ്? ഓൺലൈൻ മേഖലയിലെ സത്യവും അസത്യങ്ങളും തിരിച്ചറിയാൻ വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടിയാണ് സത്യമേവ ജയതേ. PSC കേട്ടിട്ടുള്ളതാണ്. സത്യമേവ ജയതേ എന്താണ്? ഓൺലൈൻ മേഖലയിലെ സത്യവും അസത്യവും തിരിച്ചറിയാൻ വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടിയാണ് സത്യമേവ ജയതേ. 16ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് 75 അതിർത്തി ഗ്രാമങ്ങൾക്ക് സ്വതന്ത്ര സമര സേനാനികളുടെ പേര് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ്? ഏതാണ്? 16. ഓപ്ഷൻ എ ആണ്, ത്രിപുരയാണ്. ഓക്കെ, ഓപ്ഷൻ എ ത്രിപുരയാണ്. ഓക്കെ, ഓപ്ഷൻ എ ത്രിപുരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ലബോറട്ടറി എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ്? അത് ത്രിപുരയിലാണ്. ഓക്കെ, ത്രിപുരയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിതമായത്. എന്നാണ് ത്രിപുര സംസ്ഥാനം രൂപീകരിച്ചത്? വർഷം അറിയാമോ? 1972. ഓക്കെ, ത്രിപുര സംസ്ഥാനം രൂപീകരിച്ചത് 1972. അതുപോലെ തന്നെ മണിപ്പൂർ എന്നാണ്, അതും 1972. ഓക്കെ, 72. മണിപ്പൂരും 1972. മേഘാലയ സംസ്ഥാനങ്ങളും രൂപീകരിച്ചത് 1972. ഓക്കെ, 1972 മേഘാലയ, 1972 തന്നെയാണ് മണിപ്പൂർ, 1972 തന്നെയാണ് നമ്മുടെ ത്രിപുര സംസ്ഥാനം രൂപീകരിച്ചത്. ഓക്കെ, PSC കേട്ടിട്ടുള്ളതാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ട്. 1972 രൂപീകരിച്ച സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ ഓപ്ഷൻസിൽ മേഘാലയ, മണിപ്പൂർ, മിസോറാം, ത്രിപുര. ഓക്കെ, അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് മിസോറാം ആയിരുന്നു. ഓക്കെ, മിസോറാം രൂപീകരിച്ചെന്നാണ് 1987. ഓക്കെ, 1987 മിസോറാം രൂപീകരിച്ചത്. ബാക്കി 3 സംസ്ഥാനങ്ങളും 1972 രൂപീകരിച്ചതായിരുന്നു. 17ാമത്തെ ചോദ്യമാണ്. OTT പ്ലാറ്റ്ഫോമുകളിൽ പുകയില വിരുദ്ധ മുന്നറിയിപ്പുകൾ നിർബന്ധമാക്കിയ ആദ്യ രാജ്യം ഏതെന്നാണ്? ഏതായിരിക്കും? നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. 18ാമത്തെ ചോദ്യമാണ്. 36ാം ദേശീയ ഗെയിംസിൻ്റെ മുദ്രാവാക്യം. 36ാം ദേശീയ ഗെയിംസിൻ്റെ മുദ്രാവാക്യം ഏതാണ്? ഓപ്ഷൻ ABCD ഏതാണ്? 18 ഓപ്ഷൻ സി ആണ്. ഓക്കെ, സെലിബ്രേറ്റിംഗ് യൂണിറ്റി ത്രൂ സ്പോർട്സ് ആണ് 36ാമത് ദേശീയ ഗെയിംസിൻ്റെ മുദ്രാവാക്യം. 37ാമത് ദേശീയ ഗെയിംസ് എവിടെ വെച്ചാണ് നടന്നത്? 2023 37ാമത് ദേശീയ ഗെയിംസ് എവിടെ വെച്ചാണ്? ഗോവയിൽ വെച്ചായിരുന്നു. ഓക്കെ, ദേശീയ ഗെയിംസ് 37ാമത്തത് ഗോവയിൽ വെച്ചാണ്. 38ാമത്തെ ദേശീയ ഗെയിംസ് എവിടെ വെച്ചാണ്? അത് ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ഉത്തരാഖണ്ഡിലായിരുന്നു 38ാമത് ദേശീയ ഗെയിംസ്. ഓക്കെ, 37ാമത് 2023 37ാമത് ദേശീയ ഗെയിംസ് ഗോവയിലും 2024 നടക്കാൻ പോകുന്ന 38ാമത് ദേശീയ ഗെയിംസ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അതുപോലെ തന്നെ 2023 37ാമത് ദേശീയ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ സംസ്ഥാനം ഏതെന്ന് കേട്ടാൽ മഹാരാഷ്ട്രയാണ്. ഓക്കെ, 37ാമത് ദേശീയ ഗെയിംസ് നടന്നത് ഗോവയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് മഹാരാഷ്ട്രയാണ്. കേരളത്തിൻ്റെ സ്ഥാനം 5ാം സ്ഥാനമായിരുന്നു. ഓക്കെ, ദേശീയ ഗെയിംസിൽ കേരളത്തിന് 5ാം സ്ഥാനമായിരുന്നു. ടോട്ടലായിട്ട് 36 ഗോൾഡ് മെഡൽ അടക്കം 87 മെഡലുകളാണ് ലഭിച്ചത്. അതൊന്നും നോക്കണ്ട, 5ാം സ്ഥാനം ഒന്ന് നോക്കി വയ്ക്കുക. 1ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കെന്ന് ഓർത്ത് വയ്ക്കുക. വേദി നമ്മുടെ ഗോവയിൽ വെച്ചെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. 37ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം കൂടി ഒന്ന് നോക്കിയേക്കുക. ഗോവ മോഗ. ഓക്കെ, ഭാഗ്യചിഹ്നം മോഗയാണ്. ഓക്കെ, രണ്ടും
എന്താണ് ചെറിയ ചെറിയ വേർഡുകളല്ലേ കണക്ഷൻ കിട്ടും. ഗോവ മോഗ. ഓക്കെ, ഭാഗ്യചിഹ്നം മോഗ എന്നാണ്. 19ാമത്തെ ചോദ്യമാണ് പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായി ODPIC എന്ന സഹകരണത്തോടെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പ് ഏതാണ്? ഏതാണ് സ്കോളർഷിപ്പ്? 19 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പം SC/ST വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകാൻ വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉന്നതി. ഓക്കെ, ഉന്നതി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഉന്നതി ഇപ്പം പുതിയൊരു മന്ത്രി ഇറങ്ങിയപ്പോൾ എന്താണ് നമ്മുടെ പട്ടികവർഗ പട്ടികജാതി വിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളുടെ ആ സ്ഥലത്തിൻ്റെ നാമകരണം, അതായത് ഈ കോളനി എന്ന പേര് മാറ്റി വേറൊരു പേരാക്കി, അതേപോലെ സങ്കേതം എന്ന പേര് മാറ്റി ഊരെന്ന പേര് മാറ്റി മറ്റൊരു പേരാക്കി. അത് ഏതൊക്കെയെന്നറിയാമോ? നോക്കി വയ്ക്ക്, കാരണം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് കോളനി എന്ന പേര് മാറ്റി എന്താണ് നഗർ എന്നാക്കി. ഓക്കെ, നഗർ. കോളനി എന്ന പേര് മാറ്റി നഗർ എന്നാക്കി. അതുപോലെ സങ്കേതം എന്ന പേര് മാറ്റി ഉന്നതി എന്നാക്കി. ഓക്കെ, ഉന്നതിയാണ് തായാണ്. ഓക്കെ, സങ്കേതം എന്ന പേര് മാറ്റി ഉന്നതി എന്നാക്കി. അതുപോലെ തന്നെ ഊര് എന്ന പേര് മാറ്റി പ്രകൃതി എന്നാക്കി. ഓക്കെ, അപ്പം കോളനി എന്ന പേര് മാറ്റി നഗർ എന്നാക്കി. ഓക്കെ, കോളനി നഗറാക്കി, സങ്കേതം ഉന്നതിയാക്കി, ഊര് പ്രകൃതിയാക്കി. 20ാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യമായി സ്കൂളുകളിൽ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചുവെന്നും അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.